ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നേരം കൊണ്ട് ഈ വീഡിയോ എടുക്കണം എന്ന് വെച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പക്ഷേ ചാച്ചൻ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങിക്കാൻ പോയി. അപ്പം ഞാൻ വിചാരിച്ചു പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കഴിച്ചിട്ട് അങ്ങ് വീഡിയോ എടുക്കാം. അതെനിക്കങ്ങ് വിശക്കുമായിരുന്നു. നിങ്ങളെ ഒരു കാര്യം കാണിക്കാം. എൻ്റടേ എൻ്റെ പുതിയ ചെരുപ്പ് ചേട്ടായി എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നെ കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. സാധാ റബ്ബർ ചെരുപ്പ് 300 അത്ര എന്തോ രൂപയേ ആയിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു Q&A വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ യൂട്യൂബിൽ Q&A ചെയ്യാം, നിങ്ങൾ ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, നമുക്കങ്ങനെ ഭയങ്കര റീച്ചൊന്നും ഇല്ലല്ലോ യൂട്യൂബിൽ, അതുകൊണ്ട് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ കിട്ടും. അപ്പം ഞാൻ ഇൻസ്റ്റയിൽ Q&A കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റയിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് യൂട്യൂബിൽ നിങ്ങൾക്കും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാനത് പോകെയുള്ള വീഡിയോസിലേക്ക് അതിനുള്ള ആൻസർ നല്ല ക്ലിയർ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം. പിന്നെ കുറേ പേര് പറയും ചേച്ചിയുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ എന്നൊക്കെ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല. പിന്നെ എൻ്റെ മുഖത്തിനും മൂക്കിനൊക്കെ ഒരു തടിപ്പൊക്കെ ഉണ്ട്. അന്ന് ഈ തടിപ്പുള്ളതുകൊണ്ട് മറ്റേ യൂറിയും ക്രിയാറ്റിനും ഒക്കെ നോക്കി അതിലൊന്നും പ്രശ്നമില്ല കേട്ടോ. ചിലർക്ക് ഈ ടൈമിൽ ഇങ്ങനെ ആവത്തില്ലേ. അപ്പം ഞാൻ കുറേ സ്ക്രീൻഷോട്ട്, ഇതാ നമുക്ക് ഇത്രയോ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഇത് ഫുള്ള് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇൻസ്റ്റയിൽ വന്ന ക്വസ്റ്റ്യൻസാണ് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഓരോന്നിനുള്ള ഉത്തരം തരാമെന്ന് വിചാരിച്ചേ. ഞാൻ ഫസ്റ്റ് ടൈം അല്ല, ഇതിന് മുന്നേ നമ്മൾ Q&A ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഞാനാണെങ്കിൽ ഈ പേര് പറയുന്നില്ല കേട്ടോ, കാരണം അവർ ഇൻസ്റ്റ ഐ ഡി അല്ലേ. അപ്പോൾ ഇൻസ്റ്റ ഐ ഡിയിൽ കറക്റ്റ് പേരല്ലല്ലോ യൂസർ നെയിം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച്, ഫേവറേറ്റ് ഫോട്ടോ കുഞ്ഞിൻ്റെ നെയിം കണ്ടുവച്ചിട്ടുണ്ടോ? എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫോട്ടോ എന്ന് വെച്ചാൽ, എൻ്റെ ഇന്നെടുക്കുന്ന ഫോട്ടോ ആണെങ്കിൽ എനിക്ക് ഇന്ന് ഇഷ്ടമാണ്, നാളെ വേറെ ഫോട്ടോ എടുത്ത് എനിക്ക് വേറെ ഫോട്ടോ ഇഷ്ടം. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഫോട്ടോ ഫേവറേറ്റ് എന്ന് പറയാൻ അങ്ങനെയില്ല. പിന്നെ കുഞ്ഞിന് 8 കാലമായതേ ഉറക്കം വരിക. കുഞ്ഞിന് നെയിം കണ്ടുവച്ചിട്ടുണ്ടോ? ഞാൻ പേരൊന്നും കണ്ടുവച്ചിട്ടില്ല. ഈ പേരൊക്കെ നോക്കുന്നത്, കുഞ്ഞാവയ്ക്കുള്ള പേരൊക്കെ നോക്കുന്നത് ചേട്ടായി ഇങ്ങനെ എന്തെങ്കിലും പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് എനിക്ക് അയച്ചു തരും, ഇങ്ങനെ വാട്സപ്പിൽ അയച്ചിട്ടേക്കും. അപ്പം ഞാൻ എന്തെങ്കിലും എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാറ്. അല്ലാണ്ട് ഞാൻ അതിനായിട്ട് മെനക്കെടത്തേ ഇല്ല. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ചേട്ടായോട് പറയും, പേര് ചേട്ടായിക്ക് ഇഷ്ടമുള്ള കേട്ടോ, എനിക്ക് അതിലൊന്നും ഒരു വിഷയമില്ല. പക്ഷെ ചേട്ടായി കൂടുതലും കണ്ടുപിടിക്കുന്ന പെൺപിള്ളേരുടെ പേരാട്ടോ. ആൺപിള്ളേരുടെ ഒറ്റൊരു പേര് പോലും ചേട്ടായി ഇതുവരെ എനിക്ക് അയച്ചിട്ടില്ല. ചേട്ടായി അയച്ചിട്ടുള്ള മൊത്തം പെൺപിള്ളേരുടെ പേരാണ്. ചേട്ടായി ഇരുന്ന് നോക്കുന്നതും പെൺപിള്ളേരുടെ പേരാണ്. അതേപോലെ ഈ റീൽസൊക്കെ എനിക്ക് അയച്ചു തരുന്നതും കൂടുതലും പെൺകുഞ്ഞുങ്ങളുടെ റീൽസാട്ടോ അയച്ചു തരുന്നത്. അപ്പോൾ പേര് ഞാൻ കണ്ടുപിടിക്കാറില്ല, ചേട്ടായി ഇരുന്ന് കണ്ടുപിടിക്കാറുണ്ട്. ചേട്ടായി കുറേ പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. എത്ര മന്തായി ചേച്ചി? 7 മന്ത് ആവുന്നു. സുന്ദരി കുട്ടിയായല്ലോ. അതെ, ഞാൻ ഭയങ്കര സുന്ദരി. എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? എനിക്ക് വണ്ണം വെച്ചു. കാരണം പണ്ട് ഞാൻ നല്ല വണ്ണം ഉണ്ടായിരുന്നു. ഇപ്പം ഞാനും അവയുടെ എല്ലാം കൂടെ വെയിറ്റ് 59. പണ്ട് ഞാൻ ഒറ്റയ്ക്ക് 59 ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ വണ്ണം എന്ന് വെച്ചാൽ ഈ മൂക്ക് ചപ്പിളി അങ്ങനത്തെ വണ്ണമല്ല. അന്നൊരു വേറെ വണ്ണം, ഇത് വേറെ വണ്ണം, ഫേസൊക്കെ കുറേ മാറി. അപ്പം സുന്ദരി കുട്ടിയായല്ലോ. ഓക്കെ, നല്ല സാരിയാണ്, ആരെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടോ മോളെ? ഹരിത എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാട്ടോ ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ സാരി പേജിൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 6ാമത്തെ ദിവസമായി. നമ്മൾ വിചാരിച്ചതിലും നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ആദ്യത്തെ ദിവസം നമുക്ക് ഓർഡർ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരു ഓർഡർ പോലും കിട്ടത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനെ അപേക്ഷിച്ച് നമുക്ക് ഓർഡറൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാം കണ്ടുപോയി എടുത്തുകൊണ്ട് വരുന്ന സാരികൾ, അല്ലാണ്ട് ഇവിടെ ഇരുന്ന് അവർക്ക് മെസ്സേജ് അയച്ച് വാങ്ങിക്കുന്ന സാരികളല്ല. നമ്മൾ പോയി നേരിട്ട് നോക്കി ക്വാളിറ്റിയും കളറും എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പം ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ട്രാവൽ ചെയ്യാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്കിലും ആദ്യത്തെ എനിക്ക് പോയി കണ്ടെടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു സ്ഥലം മാത്രം, ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും ഒരിടത്ത് മാത്രം നമുക്ക് എടുത്തുകൊണ്ട് വെച്ച് ഫുൾ ടൈം അത് മാത്രം ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെറൈറ്റി സാധനങ്ങൾ ഇറക്കിയാലേ നമ്മുടെ ബിസിനസ് നല്ല സ്മൂത്തായിട്ട് പോകത്തുള്ളൂ. അതിന് നമ്മൾ കുറേ ട്രാവൽ ചെയ്യണം, കുറേ സ്ഥലങ്ങൾ നോക്കണം.
അപ്പോൾ കുറേ പ്ലാനുണ്ട് മനസ്സിൽ, അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ. പക്ഷേ ഇപ്പം എനിക്ക് പോകാൻ പറ്റത്തില്ല. തൽക്കാലം ചേട്ടായി കുറച്ച് അടുത്തുള്ള ഏതെങ്കിലും ഭാഗമൊക്കെ പോയിട്ട് വരട്ടെ എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുക കേട്ടോ. ഞങ്ങൾ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചൊരു സാധനം കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങണം എന്ന് വിചാരിച്ചിരുന്നിട്ട് എല്ലാവരും തുടങ്ങി. മീറ്റ് മേരിയൊക്കെ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ പറഞ്ഞ് നമുക്കൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് ഞങ്ങളുടെ മടി, പിന്നെ ഞങ്ങൾ പിന്നാട്ടെ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു അത്. അപ്പം നമുക്ക് സാരിക്ക് ഓർഡറൊക്കെ വരുന്നുണ്ട്. പിന്നെ റെബിൻ ഞങ്ങളുടെ കസിനാട്ടോ. ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നടാ, എത്ര മന്തായി ചേച്ചി, അത് നമ്മൾ പറഞ്ഞു. ഗേൾ ഓർ ബോയ്? സത്യം പറയാലോ, ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ബേബി ഗേളാട്ടോ. ചേട്ടായിക്ക് ഇഷ്ടം ബേബി ഗേളാ, എല്ലാവർക്കും ഇഷ്ടം ബേബി ഗേളാ. ബേബി ബോയ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കൊരു ആഗ്രഹം ബേബി ഗേളായിരിക്കണം എന്നൊരാഗ്രഹം. ആരാണേലും ഒരു കുഴപ്പമില്ലാണ്ട് ആരോഗ്യമായിട്ട് ദൈവം കയ്യിൽ തന്നാൽ മതി. എന്താ പേര്? എൻ്റെ പേരാണോ? എൻ്റെ പേര് കാവ്യ എന്നാട്ടോ. ഹായ് ചേച്ചി, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നടാ. ചേച്ചി സാരി മാത്രമേ ഉള്ളൂ അതോ ചുരിദാറൊക്കെ ഉണ്ടോ? ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന് പോയി വരാൻ പറ്റത്തില്ല. എനിക്കിപ്പം ചിലപ്പോൾ ചേട്ടായിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല, എനിക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. എങ്കിലും ഞങ്ങളിപ്പോൾ എടുക്കുമ്പം നമുക്ക് രണ്ടിനും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് കുറച്ചാണ് എടുക്കുന്നത്. നമുക്ക് ഭാവിയിൽ പോകെ സാരി മാത്രം ഒതുങ്ങാൻ ഒരു ഇതുമില്ല കേട്ടോ, തീരുമാനവും ഇല്ല. ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഇങ്ങനെ സൽവാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നാണ് വിചാരിക്കുന്നത്. ഭാവിയിൽ ദൈവം സഹായിച്ചാൽ നമ്മളെല്ലാം കൊണ്ടുവന്ന് പേജ് സെറ്റാക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്? അപർണ. ഞാൻ കാണിക്കുന്നത് പുനലൂർ പൊയ്യാനി ഹോസ്പിറ്റലിലാണ്. ചെമ്മന്തൂരാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അപ്പം ഞാൻ കാണിക്കുന്ന പുനലൂർ പൊയ്യാനി ഹോസ്പിറ്റലാണ്. നിങ്ങളുടെ വീട് എവിടെയാണ്? എനിക്ക് നിങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണ്. ആദിത്യ. എൻ്റെ വീട് വരുന്നത് പത്തനംതിട്ട കലഞ്ഞൂർ. ചേട്ടായുടെ വീട് വരുന്നത് കൊല്ലം പത്തനാപുരം പിടവൂരാട്ടോ വീട് വരുന്നത്. എന്താ പഠിച്ചത്? ഞാൻ ഡിഗ്രി BSc ബോട്ടണി ആയിരുന്നു. അത് കഴിഞ്ഞ് അഡ്വാൻസ് കോസ്മെറ്റോളജി ചെയ്തു. പിന്നെ 1 വർഷം വർക്ക് ചെയ്തു. പിന്നെ റിസൈൻ ചെയ്തു വീട്ടിൽ ഇരിക്കുന്നു. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി? എനിക്കിങ്ങനെ ഏമ്പക്കം വരുന്നുണ്ട് കേട്ടോ, അതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നത്. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി? പ്രത്യേകിച്ച് ഒരു സീക്രട്ടും ഇല്ല. സത്യം പറയാമല്ലോ, ആദ്യത്തെ 3 മാസം ഞാൻ ഫേസിൽ സോപ്പ് പോലും ഇട്ടിട്ടില്ല. അന്നെൻ്റെ ഫേസും സ്കിന്നും ഒക്കെ കണ്ടാൽ ഭയങ്കര ശോകമായിരുന്നു. ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും സ്കിന്നൊക്കെ വരണ്ട് ഭയങ്കര സോറി ഉറക്കം വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് വെയിറ്റൊക്കെ കുറഞ്ഞില്ലേ. സോപ്പ് പോലും ഇട്ടിട്ടില്ല, ഫേസിൽ ഒരു പരിപാടി ഇല്ലായിരുന്നു. ഇപ്പം ഫേസിൽ എന്തെങ്കിലും പാക്കോ കാര്യങ്ങളോ ഒക്കെ ഇടും. പിന്നെ ഇത് ഇപ്പോഴത്തെ ബ്യൂട്ടി വാവയുടെ ബ്യൂട്ടി ആട്ടോ. പിന്നെ ആരാ? ദയ. ഹായ് ചേച്ചി, വീട് എവിടെയാണ്? ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. ചേച്ചി സുഖമല്ലേ? ഇപ്പോൾ എത്ര മന്തായി? സുഖമായിട്ടിരിക്കുന്നടാ. ഈ അമ്മയുടെ റിങ് എന്തിനാ ഇടുന്നേ? എല്ലാവരും ഇപ്പോൾ അമ്മയുടെ അല്ല ആമയുടെ റിങ്, സോറി തെറ്റിപ്പോയി. ഈ ആമയുടെ റിങ് എന്തിനാ ഇടുന്നത്? ഇപ്പോൾ എല്ലാവരും ഇടുന്നോണ്ട് ചോദിക്കുമ്പോൾ അവർക്ക് അത് എന്തിനാന്നാ. ആമയുടെ മോതിരം എന്ന് വെച്ചാലേ, അത് ഞാൻ സത്യം പറഞ്ഞ എൻ്റെ മാമൻ്റെ മോളുടെ കല്യാണത്തിന് പോയില്ലേ, അപ്പോൾ അനുജമാമിയുടെ കയ്യിൽ മാമി 10 രൂപയ്ക്ക് വാങ്ങിച്ച മോതിരം കേട്ടോ. അപ്പോൾ അത് ഈ അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ പിന്നെ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ പോകുന്ന ദിവസമായതുകൊണ്ട് അതെടുത്ത് കൈ ഇട്ടെന്നേ ഉള്ളൂ. അതിട്ടാൽ നമുക്ക് ഭയങ്കര സമ്പത്തും ഐശ്വര്യങ്ങളും വരുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കറിയത്തില്ല കേട്ടോ അതിനെപ്പറ്റിയൊന്നും. ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാനും വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. ഇയാളുടെ സംസാരം അഡിക്റ്റഡ് ഗേളാണ് ഞാൻ. ആണോ? എൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നവരുണ്ട്, എൻ്റെ ഈ ചിലവിലാ സംസാരം ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അത് പറഞ്ഞത് ഐശ്വര്യ മോഹനാണേ. കൊച്ചിന് എന്ത് പേരാണ് കണ്ടുവച്ചിരിക്കുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, കൊച്ചിന് ഞാൻ പേരൊന്നും കണ്ടുവച്ചിട്ടില്ല. കൊച്ചിന് പേരെല്ലാം കണ്ടുവെക്കുന്നത് ചേട്ടായിയ, അതും പെങ്കൊച്ചിൻ്റെ മാത്രം. ആങ്കൊച്ചാണെങ്കിൽ ചേട്ടായി പറഞ്ഞു ഏതെങ്കിലും പേരിടും. അല്ല, ആങ്കൊച്ചാണെങ്കിൽ ഒരു പേര് ഒറ്റ പേര് കണ്ടുവച്ചിട്ടുള്ളൂ, അതങ്ങിടും. പെങ്കൊച്ചുങ്ങൾക്ക് കുറേ പേര് കണ്ടുവച്ചിട്ടുണ്ട്. സുഖമാണോ ചേച്ചി? സുഖമായിട്ടിരിക്കുന്നു. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. മാളു സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാവ്യ സുഖമാണോ? ഇപ്പോൾ എത്ര മന്തായെന്ന്
ആരോ മിസ്സസ് ജിഷ്ണു ചോദിച്ചിട്ടുണ്ട്. കൂടുതലും എത്ര മന്തായി എന്നാട്ടോ ചോദിക്കുന്നത്. 7 മന്ത് ആയി. ഇപ്പം എത്ര മന്തായി ചേച്ചി? നല്ലൊരു സ്മാർട്ട് കുഞ്ഞുവാവേ ജനിക്കട്ടെ. അതെ, ഞങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ, ഒരു കുഴപ്പമില്ലാതെ നല്ലൊരു വാവ വരട്ടെ. ബേബി വിൽ ബി ആസ് ക്യൂട്ട് ആസ് ബോത്ത് ഓഫ് യു. വി ആർ വെയിറ്റിംഗ് ടു സീ ദ റീൽ വിത്ത് ബേബി. ഞങ്ങൾ കുറേ കണ്ടൻറ്റൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വാവ വന്നിട്ട് വേണം എടുക്കാൻ. സത്യം പറഞ്ഞാൽ അതിങ്ങനെ ചിന്തിക്കും, തന്തേന്നുള്ള ഇനി മുതലാക്കണോ അത്. പിന്നെ ഞങ്ങളുടെ അത്ര ക്യൂട്ടൊന്നും അല്ല കേട്ടോ. സുഖമായിട്ടിരിക്കുന്നു. ചേച്ചി സുഖമാണോ? എത്ര മന്തായി? വീഡിയോസൊക്കെ കാണാറുണ്ട്, അടിപൊളിയാണ്. ഒരുപാട് സന്തോഷം. കുറേ പേരിങ്ങനെ സത്യം പറയാമല്ലോ, നമുക്കറിയുന്നവരെക്കാളും കൂടുതൽ ഈ ടൈമിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ സുഖവിവരങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത് അറിയാത്ത ആൾക്കാരാട്ടോ. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. സുഖമാണോ ചേച്ചി? ഹെൽത്ത് ഓക്കെ അല്ലേ? നമ്മുടെ പൂവൻകോഴി കൂവാൻ തുടങ്ങി. ഇപ്പം സമയമെന്ന് പറഞ്ഞാൽ 8:30 ഇയാൾക്ക് കറക്റ്റ് ഉണ്ട്. ഇയാൾ 8:30 കൂവും, അത് കഴിഞ്ഞൊരു 10 മണിയാകുമ്പം കൂവും, ഒരു 12:30 കൂവും. ഫുൾ ടൈം ഇയാൾ കൂവിക്കൊണ്ടേയിരിക്കും. ഇയാൾക്കൊരു റെസ്റ്റില്ല. സുഖമാണോ ചേച്ചി? ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നു. ഹെൽത്ത് കുഴപ്പമില്ല. പകലൊക്കെ നമ്മൾ നല്ല ജിൽ ഞാൻ ചാച്ചനൊക്കെ സീരിയലിൻ്റെ സൗണ്ട് കുറച്ച് വെച്ചേക്കുക. പകലൊക്കെ നമ്മൾ നല്ല ജില്ലെന്ന് ഓടി നടക്കും. രാത്രി ആകുമ്പോഴത്തേക്കും കുറച്ച് കാലുവേദന അങ്ങനെയുള്ള സംഭവമൊക്കെ വരും. എങ്കിലും മാക്സിമം ഹെൽത്ത് ഓക്കെ ആയിട്ടാട്ടോ ഇതുവരെ പോകുന്നത്. ദൈവം സഹായിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ 3 മാസം ഞാൻ പെട്ടുപോയായിരുന്നു. ഛർദിലും ദേഹം വേദന. ഒന്നാമത് ഛർദിൽ കൊണ്ടാണ് ദേഹം വേദന. ഒരാഹാരവും കഴിച്ചിട്ടില്ല. ആകെ കുറച്ച് മോര് മാത്രം കുടിച്ചാണ് ജീവിച്ചത്. അന്ന് എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു മുട്ടയൊക്കെ ഞാൻ വെറുത്തുപോയി. മുട്ട എനിക്ക് ആരെങ്കിലും പൊളിക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരും. ആകെ ഞാൻ കുടിച്ച് പച്ചവെള്ളം എനിക്ക് കുടിക്കാൻ പറ്റത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാലൊരു 3-4 മാസം വരെ ഞാൻ നമ്മുടെ സാധാ വെള്ളം കുടിക്കത്തേ ഇല്ലായിരുന്നു. ഫുൾ ടൈം മോര് ഉപ്പിട്ട് കലക്കിയാണ് കുടിക്കുന്നത്. പച്ചവെള്ളം കുടിച്ചിട്ടേ ഇല്ല. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പം ഭയങ്കര എന്തോ പോലെ തോന്നുന്നു. പ്രഗ്നൻ്റ് ആയപ്പോൾ വന്ന മാറ്റം. പ്രഗ്നൻ്റ് ആയപ്പോൾ വെയിറ്റ് കൂടി, അത് മെയിൻ മാറ്റം. പിന്നെ മൂക്ക് ചപ്പളാച്ചി മൂക്കായി, കണ്ണൊക്കെ ചെറുതായി. പിന്നെ മുടി കൊഴിച്ചിൽ ഇപ്പം ഈ ഒരു 6 മന്ത് തുടങ്ങിയപ്പോൾ തൊട്ട് മുടി കൊഴിച്ചിൽ കുറഞ്ഞു, നല്ലപോലെ കുറഞ്ഞു. 1-2 മുടി കൊഴിയുന്നതേ ഉള്ളൂ കേട്ടോ. അതുവരെ ഇങ്ങനെ കട്ടയ്ക്ക് പൊഴിഞ്ഞുകൊണ്ടിരുന്ന മുടി കൊഴിച്ചിലാണ്. പിന്നെ കഴുത്തൊക്കെ കറുത്തു നല്ലപോലെ. പിന്നെ കൈയുടെ ഈ ഭാഗമൊക്കെ, കഷത്തിൻ്റെ ഭാഗമൊക്കെ കറുത്തു നല്ലപോലെ. കഴുത്തിൽ പാലുണ്ണി വരാൻ തുടങ്ങി. അത് ഞാൻ കഴിഞ്ഞ വട്ടം ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു, ഡോക്ടറെ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ പാലുണ്ണി വരുന്നു എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലർക്ക് ഈ ടൈമിൽ വരും, ഇപ്പം ഒന്നും ചെയ്യേണ്ട, നമുക്ക് ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് അത് മാറ്റാമെന്ന് പറഞ്ഞു. അത് പിന്നെ കാലിൽ നീര് വെക്കാൻ തുടങ്ങി. പിന്നെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുണ്ട് പഴയതിലും. എപ്പോഴും ഇങ്ങനെ ചടഞ്ഞുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ട്. അതൊക്കെയാണ് വലിയ മാറ്റം. മൂക്കിന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അതെ, എൻ്റെ മൂക്ക് നിങ്ങൾ കണ്ടോ? ഇവിടെ വരെ ഉണ്ട്. സാരമില്ല. സുഖമാണോ ബേബി? ബേബി സുഖമായിട്ടിരിക്കുന്നു. ചേച്ചി കുഞ്ഞായിക്ക് സുഖമല്ലേ? പിന്നെ ചേച്ചി ഇപ്പോൾ കലഞ്ഞൂരാണോ ഉള്ളത്? ഞാൻ സത്യം പറഞ്ഞാൽ ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ നമ്മുടെ വീട്ടിലാട്ടോ നിൽക്കുന്നത്, കലഞ്ഞൂർ വീട്ടിലാണ്. പിന്നെ ആതിര ചേച്ചിയുടെ റീൽസൊക്കെ ഇഷ്ടമാണ്, ചേച്ചീനെ ഇഷ്ടമാണ്. ഒരുപാട് സന്തോഷം. പിന്നെ പറയുന്നു. പിന്നെ കുറേ പേര് ചോദിച്ചു എനിക്ക് എത്ര വയസ്സുണ്ടെന്ന്. എന്നെ കണ്ട എത്ര വയസ്സ് പറയും? എനിക്ക് ശരിക്കും 25 വയസ്സുണ്ട് കേട്ടോ. പിന്നെ ഡെലിവറി ഡേറ്റ് എന്നാന്ന് ഐശ്വര്യ ചോദിച്ചിട്ടുണ്ട്. ഡെലിവറി ഡേറ്റ് വരുന്നത് എന്നാ? ഡെലിവറി ഡേറ്റ് മാർച്ച് 17 ലാസ്റ്റ് സ്കാനിങ്ങിൽ വന്നത്. ഇനി ചേഞ്ച് ആവുമല്ലോ. ഹാപ്പി അല്ലേ ചേച്ചി? 3 പേരെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണേ. നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കും കേട്ടോ. ഹെൽത്തൊക്കെ ഓക്കെ അല്ലേടാ? ഓക്കെ, അത് നമ്മൾ വായിച്ചു. കാവ്യക്ക് ഇപ്പോൾ എത്ര മന്തായി? അമ്മ കാവ്യ കോംബോ സൂപ്പറാണ് കേട്ടോ. അമ്മയ്ക്ക് കട്ട സപ്പോർട്ടാണല്ലേ? അയ്യോ, അമ്മയും കൊണ്ട് ഞാൻ ഒരു റീൽ എടുപ്പിക്കണമെങ്കിൽ തുമ്പിയും കൊണ്ട് ഇഷ്ടിക എടുപ്പിക്കുന്ന പാടാണ്. ഞാനത് പറഞ്ഞു കൊടുക്കണം. ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, പിന്നെയും പറയണം. പിന്നെ എടുക്കുമ്പം ചിരിക്കും, അതാണ് മെയിൻ. ഇല്ലെങ്കിൽ ഭയങ്കര കലിപ്പ. റിയൽ ലൈഫിൽ ഞങ്ങളുടെ അമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യക്കാരിയാട്ടോ. ചുമ്മാ ആവശ്യമില്ലാണ്ട് അടിയിട്ടുകൊണ്ട് നടക്കുന്നൊരു തള്ളയാണ്.
പക്ഷേ വീഡിയോയിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര ചിരിയും കാര്യങ്ങളാണ്. സാരി വീഡിയോ എടുക്കുമ്പോൾ പ്രൈസ് കൂടെ പറയുമോ പ്ലീസ്? അത് കുറേ പേരിങ്ങനെ പറഞ്ഞു, സാരിയുടെ വീഡിയോസ് എടുക്കുമ്പം പ്രൈസ് കൂടെ പറഞ്ഞിട്ട് വീഡിയോസ് ഇടുമോ എന്നിങ്ങനെ. ഞാൻ അങ്ങനെ ഇടാത്ത എന്താണെന്ന് പറയുമ്പോൾ, നമുക്ക് ഈ സാരി പേജുകളിൽ നിന്ന് തന്നെ മെസ്സേജ് വരും, നിങ്ങൾ ഈ സാരി എത്ര കൊടുക്കുന്നു അങ്ങനെയുള്ള ഇത് വരും. അപ്പോൾ പേഴ്സണലി അയക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് പറയാമല്ലോ എന്ന് വെച്ചിട്ടാട്ടോ. ഇനി മാക്സിമം ഞാൻ പുതിയ സ്റ്റോക്കൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോസിൽ തന്നെ റേറ്റും കാര്യങ്ങളും എല്ലാം പറയാം കേട്ടോ. പിന്നെ എത്ര മന്തായി ചേച്ചി? കാന്തിക, ഈ പേര് എവിടെ നിന്നാണ് കിട്ടിയതെന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടേ. കാന്തിക എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് പറയാം കേട്ടോ. നമ്മുടെ സാരി പേജിൻ്റെ പേരാണ് കാന്തിക ബൈ ക്യാപ്സ്. ആ പേരെങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുറേ സത്യം പറഞ്ഞ് ഇത് ജനുവരി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതിന് ലോഗോ ഒന്നുമില്ല. അപ്പം ജസ്റ്റ് ഒരു AI ക്രിയേറ്റഡ് ലോഗോ ആട്ടോ അതിലിട്ടേക്കുന്നത്. ഇനി അതൊക്കെ ചേഞ്ച് ചെയ്യണം, നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതായതുകൊണ്ട്. അപ്പോൾ പേര് ഇങ്ങനെ ഞാനും ചേട്ടായി ഇങ്ങനെ കുറേ പേര് നോക്കി. അപ്പം ഞാൻ ഇങ്ങനെ ബ്യൂട്ടിയുടെ വേറെ വേർഡ്സ് അടിച്ചു നോക്കിയപ്പം കാന്തി എന്ന് വന്നു. അപ്പോൾ ഫസ്റ്റ് കാന്തി ബൈ ക്യാപ്സ് എന്നിടാന്ന് വെച്ചു. അപ്പോൾ ചേട്ടായി പറഞ്ഞു, അതെന്താ ക്യാപ്സ് മാത്രം, നമ്മൾ രണ്ടുകൂടല്ലേ തുടങ്ങുന്നത്, 2 പേരുടെയും കൂടെ പേരിടണമല്ലോ എന്ന് ചുമ്മാ തമാശക്ക് പറഞ്ഞ കേട്ടോ. അപ്പം ഞാൻ വെച്ചു ശരി, എൻ്റെ ആദ്യത്തെ അക്ഷരം കൂടെ അത് ഇടാന്ന്. അപ്പോൾ കാന്തിക എന്നായി. പിന്നെ ബൈ ക്യാപ്സ് ഒന്നുകൂടി ഇട്ടു. അതത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് ആ പേര് വന്നത്. ചേച്ചി ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്? ഞാൻ പുനലൂർ പൊയ്യാനി ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. ഒച്ച ഉണ്ടാക്കാതെ എടുക്കുക, ഞാൻ വീഡിയോ എടുക്കുക. ആരാന്ന് ഞാൻ കാണിച്ചത്? ഇങ്ങോട്ട് വന്നേമ്മേ, ഇങ്ങോട്ടൊന്ന് നിന്നിട്ടങ്ങ് പോ. അമ്മ ഷുഗറിൻ്റെ മരുന്നെടുക്കാൻ വന്നേ. അടുത്ത ചോദ്യം, ജീവിതത്തിൽ ഒരിക്കൽ എങ്കിലും കഥ അടയ്ക്കണേ അമ്മച്ചി. ചാച്ചൻ ഈ സീറ്റിൽ വെച്ചുകൊണ്ടിരിക്കുക, ഞാൻ സൗണ്ട് ഉറപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം? എനിക്ക് കുറേ സ്ഥലത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. പക്ഷേ എനിക്ക് ഒരു നെഗറ്റീവ് സൈഡ് കൂടെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോകണം എന്നല്ല, ചേട്ടയുടെ കൂടെ പോകണം, ചേട്ടൻ എന്നെ കൊണ്ടുപോകണം, ആ ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക്. ഇപ്പം എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എനിക്ക് പോയി കാണാനുള്ള ഒരു കോൺഫിഡൻസ് അങ്ങനെയൊന്നുമില്ല, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനൊന്നും. കാരണം ഞാൻ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞെല്ലാം പോകാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് വെറും വിചാരമായിപ്പോയി, എങ്ങും പോയിട്ടില്ല. നിങ്ങൾക്ക് എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? എനിക്ക് 25 വയസ്സും ചേട്ടായിക്ക് 32 വയസ്സുമാണ്. അബോർഷന് ശേഷം ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നോ? നമ്മൾ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോയിൽ ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2 അബോർഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ 2025 ഫെബ്രുവരിയിൽ ഹോസ്പിറ്റലിൽ പോയി. നമ്മുടെ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു 2 പേർക്കും. അപ്പോൾ അതൊക്കെ ചെയ്തു. ഒരു 3 മന്ത് നമ്മൾ 3 മാസം അടുപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വട്ടം IUIയും ചെയ്തു. പക്ഷേ IUI ഒക്കെ ഫെയിലായി. ഞാൻ അതിൻ്റെ വീഡിയോ അതിൽ ഡീറ്റെയിൽ ആയിട്ടിട്ടുണ്ട്, അതിൽ കണ്ടാൽ മതി കേട്ടോ. ഈ പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇനിയും അങ്ങനെ ആവുമോ എന്നുള്ള ടെൻഷൻ കൊണ്ടാണ് അവിടെ പോയത്. സത്യം പറഞ്ഞാൽ അവിടെ പോയത് ഒരു ദൈവഭാഗ്യം കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ലൊരു ഡോക്ടറെ കിട്ടിയത്. പിന്നെ ഗേൾ ആണെങ്കിൽ എന്നോട് പറയണേ എത്ര മന്തായി? ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും ഞങ്ങൾ എല്ലാവരോടും പറയും, നിങ്ങളെല്ലാവരോടും. ബേബി ഗേൾ ആയിരിക്കും. റിഹു എന്തൊരു പേരാ? അപ്പോൾ എന്താ കുറച്ച് പേര് എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ട് പറയും, ചേച്ചി ഇതൊരു ബേബി ബോയ്. കൂടുതൽ വന്നതും ബേബി ബോയ് എന്നാട്ടോ. വളരെ കുറച്ച് പേരാ ബേബി ഗേൾ എന്ന് പറഞ്ഞേ. അണ്ണനെ കാണാനില്ലല്ലോ ചേച്ചി. ചേട്ടായിക്ക് വർക്കൊക്കെ ഉണ്ട്, ഇടയ്ക്ക് വരുമ്പോൾ ഞാൻ ഈ വീഡിയോയിലൊന്നും എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. കണ്ടോ, അടുത്തൊരാൾ അഞ്ജന പറഞ്ഞു ബേബി ബോയ് ആണെന്ന്. അതാ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും പറയും. കുഞ്ഞുവാവയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ്. അത് ചില സമയം എനിക്കും ഇങ്ങനെ കാണാൻ കൊതിയാവും. പെട്ടെന്ന് വന്നായിരുന്നെങ്കിൽ ചില സമയം ഞാനിങ്ങനെ വന്നാൽ ഞാൻ എന്തോ ചെയ്യും, ആ 2 ചിന്തയുണ്ട് കേട്ടോ. ഓക്കെ, ഹോസ്പിറ്റലിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ആൻസറിലും പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പേര് ഹോസ്പിറ്റലിൻ്റെ കാര്യം ചോദിച്ചു. പിന്നെ സുഖമാണോ ചേച്ചി? സുഖമാണ്. ലൈവ് ഇപ്പോൾ ഇല്ലേ എന്ന് വിചാരിക്കും, വൈകിട്ട് ലൈവ് ഇടണമെന്ന്. മുടങ്ങാണ്ട് ഞാൻ ലൈവ് ഇട്ടുകൊണ്ടിരുന്നതല്ലേ, അത് മുടങ്ങാണ്ട് ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പം വൈകിട്ടാകുമ്പോഴത്തേക്കൊന്ന് കിടക്കണം, ആ ഒരു മൈൻഡ് സെറ്റാട്ടോ. അതുവരെ ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടക്കും. ഒന്ന് ഇരുട്ടുമ്പോഴത്തേക്കും
എങ്ങനെയും ഒന്ന് കിടന്നാൽ മതി എന്നൊരു മൈൻഡ് സെറ്റിലോട്ട് വരും. ഹായ് കാവ്യ, സുഖമാണോ? ഞാൻ ചേച്ചിയുടെയും ചേട്ടൻ്റെയും എല്ലാ വീഡിയോസും കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. അയ്യോ, ഒരുപാട് സന്തോഷം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്താ ലേറ്റ് ആയത്? ഡേറ്റ് മാർച്ച് 17 വന്നത്. ബിസിനസ് സ്റ്റാർട്ടാവാൻ ലേറ്റ് ആയത് ഒന്ന് മടി, പിന്നാട്ടേന്ന് വെച്ചുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാണുന്നവരോട് ഞാൻ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങാനുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ, ഇപ്പം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ മാക്സിമം എത്രയും വേഗം തുടങ്ങുക. ഇപ്പം തന്നെ നമ്മൾ ഈ പേജ് തുടങ്ങി, ഓരോ ദിവസം കൂടുന്തോറും കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുക, ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുക, അത് ഏത് ഫീൽഡിലാണെങ്കിലും. അപ്പം മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്യുക. നമ്മുടെ എഫേർട്ട് നമ്മളിടുക. താൻ പാതി ദൈവം പാതി എന്നല്ലേ, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക, ബാക്കിയൊക്കെ റിസൾട്ട് വഴിയേ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കുറേ പേരും ഇത് തന്നെയാണ് ചോദിച്ചത്. ചേച്ചി അശ്വതി ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഇപ്പോൾ 2 അബോർഷൻ കഴിഞ്ഞില്ലേ? പ്രഗ്നൻ്റ് ആയത് ഡെയിലി എന്തെങ്കിലും ഇഞ്ചക്ഷൻ വല്ലതും ഡോക്ടർ പറഞ്ഞായിരുന്നോ? എനിക്ക് ഡെയിലി ഇഞ്ചക്ഷൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത് ഇപ്പം നമ്മൾ പോയി കണ്ടു പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു, ആ ടൈം എനിക്ക് ഒരു ഇഞ്ചക്ഷൻ പോലും വെച്ചിട്ടില്ല, സത്യം പറയാലോ. ആകെ മറ്റേ TT അതൊക്കെ എടുത്തതേ ഉള്ളൂ, അല്ലാണ്ട് ഇഞ്ചക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ആദ്യത്തെ 1-ാം മാസം തൊട്ട് 3-ാം മാസം വരെ അടുപ്പിച്ച് പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അല്ലാണ്ട് ഇഞ്ചക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. എപ്പോഴും ഫണ്ണായി ചേച്ചിയെ ആണ് കാണാറ്, എപ്പോഴെങ്കിലും ലൈഫിൽ മറക്കാൻ പറ്റാത്ത ട്രാജഡി വന്നിട്ടുണ്ടോ? ഇഷ്ടംപോലെ ട്രാജഡി വന്നിട്ടുണ്ട്. അതൊന്നും അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ട്രാജഡികളൊന്നും അല്ല കേട്ടോ. ഒരു 5 വർഷത്തിനുള്ളിൽ ലൈഫിൽ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എപ്പോഴും ചിരിച്ചു നടക്കുമെന്ന് വെച്ചിട്ട് നമ്മളെല്ലാം ഭയങ്കര ഹാപ്പി ഒന്നും അല്ല കേട്ടോ. ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് സമയം കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം, ഞാൻ നിങ്ങളെ കാണുമ്പോൾ ഞാൻ ചിരിച്ചുള്ള എൻ്റെ നല്ലൊരു സന്തോഷമുള്ളൊരു ഭാഗം മാത്രമേ നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനി അങ്ങോട്ടും അങ്ങനെ ആയിരിക്കണേ എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ സാഹചര്യങ്ങളൊത്ത് മാറുമെന്നും എനിക്കറിയത്തില്ല കേട്ടോ. മാക്സിമം ഞാൻ ഹാപ്പി ആയിട്ടുള്ള വീഡിയോസ് ഇടാറുള്ളൂ, ഹാപ്പി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കാറുള്ളൂ. പക്ഷേ എന്ന് വെച്ചിട്ട് നമുക്ക് പ്രശ്നങ്ങളില്ലെന്നല്ല കേട്ടോ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടും കഴിഞ്ഞിട്ടുള്ള സന്ദർഭങ്ങളും എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ, സ്കിൻ വൈറ്റനിങ്ങിന് എന്താ നല്ല ഹോം റെമഡി? മുഖം വെളുക്കാനും സത്യം പറഞ്ഞാൽ ഹോം റെമഡീസ് ഒക്കെ ചെയ്താൽ നമ്മുടെ സ്കിൻ ഒരുപാട് വെളുക്കും അങ്ങനെ ഇല്ല കേട്ടോ. ഒരു 1 to 2 ഷെയ്ഡ് ഒന്ന് ലൈറ്റ് ആകും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എന്ത് സ്കിന്നാണെങ്കിലും എന്ത് കളറാണെങ്കിലും അത് ഹെൽത്തി ആയിട്ടിരിക്കാൻ കൊണ്ടുപോകാൻ നോക്കുക. അല്ലാണ്ട് ഇപ്പോൾ കുറച്ച് എനിക്ക് സ്കിൻ വൈറ്റനിങ് ആവണം എന്ന് വെച്ചിട്ട് കാണുന്ന എല്ലാം വാങ്ങിച്ച് മുഖത്തിടാണ്ടിരിക്കുക. പിന്നെ മുഖത്തിട്ടാൽ വെളുക്കുന്ന സാധനങ്ങളും ഉണ്ട്, പക്ഷേ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉടായ്പ സാധനങ്ങളായിരിക്കും. പിന്നെ ഈ ഇപ്പം കുറേ ടാബ്ലറ്റ്സ് ഒക്കെ ഇല്ലേ, വെള്ളത്തിയിട്ട് കുടിച്ചാൽ വെളുക്കും, അതൊക്കെ വെറുതെ കേട്ടോ. അത് ജസ്റ്റ് ഒരു ഗ്ലോ കിട്ടും ഫേസിന് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉള്ള കളറും ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് നോക്കുക. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ മറ്റേ പച്ചരിയൊക്കെ ഇല്ലേ, പച്ചരി വെള്ളത്തിൽ കുതിർത്ത് അരച്ച് തൈരിൽ മിക്സ് ചെയ്ത് തേക്കും. പിന്നെ കടല മാവ് തേക്കും. പിന്നെ ചിലപ്പോൾ ദോശയ്ക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാവ്, അത് ഈ ഉപ്പും അതൊന്നും ഇടല്ല കേട്ടോ, അത് ചിലപ്പം തേക്കും. പിന്നെ പഴത്തൊലി ഇല്ലേ, പഴത്തൊലി മുഖത്ത് തേക്കും. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന മിക്ക സാധനവും ഞാൻ തേക്കും. അങ്ങനെ അമ്മയുടെ നിന്ന് എനിക്ക് നല്ല തെറിയും കിട്ടും. പിന്നെ മുഖത്ത് നല്ല പാടുള്ള ടൈമിൽ ഞാൻ മറ്റേ രക്തചന്ദനം അരച്ച് തേക്കുമായിരുന്നു ഡെയിലി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ നാളെ രാവിലെ പറയാം കേട്ടോ. കാരണം ഒറ്റ സ്ട്രെച്ച് ചെയ്തിരുന്നു എനിക്ക് അത്രയും സംസാരിക്കാനും വയ്യ. ഞാനിങ്ങനെ സപ്പോർട്ട് ഇല്ലാണ്ടായിരിക്കുന്നത്. അപ്പോൾ അധികം നേരം ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്ക് പെയിനും കാര്യങ്ങളും ഒക്കെ ആവും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ അതിനുള്ള ഉത്തരങ്ങളെല്ലാം തരാം കേട്ടോ. അപ്പം നമ്മുടെ Q&A സെക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പോയി ഉറങ്ങട്ടെ. സത്യം പറഞ്ഞ് ഈ മൂക്കുത്തി മാറ്റണം കേട്ടോ. ആരോ എന്നോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഈ മൂക്കുത്തി മാറ്റണം, പോകെ ഇത് ചേച്ചിക്ക് ടൈറ്റായിട്ട് വരുമെന്ന്. അതൊരു സത്യം കേട്ടോ. കാരണം എൻ്റെ മൂക്കിലോട്ട് ഇത് ഇറങ്ങുന്നില്ല, മൂക്കത്ത് അടിച്ചപ്പം. അപ്പം എനിക്ക് ഉറക്കം വരിക. ഞാൻ പോവാ. ടാറ്റാ, ബൈ ബൈ, സീ യു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ടാറ്റാ.